എലമെന്റ്സ്, ദ പ്യൂറസ്റ്റ് ഫോം, ഒരു പ്യൂറസ്റ്റ് സബ്സ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എലമെന്റ് എന്ന് വിളിക്കാം. സെയിം കൈൻഡ്, ഇത് സെയിം കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ടായിരിക്കും മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇനി കോമ്പൗണ്ട്സ് ആണെങ്കിലോ ഡിഫറെന്റ് കൈൻഡ് ഉള്ള പാർട്ടിക്കിൾസ് കൊണ്ടായിരിക്കും ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എലമെന്റ്സിന് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഗോൾഡ്, ഓറം. ഓക്കെ, ഗോൾഡ് എടുക്കുകയാണ്. അപ്പൊ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ് അല്ലേ? ഗോൾഡ് എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. ഗോൾഡിന്റെ പ്രത്യേകത എന്താണ്? മില്യൺസ് ഓഫ് ഗോൾഡിന്റെ ആറ്റംസ് ചേർന്നിട്ടാണ് ഈ എലമെന്റ് ഫോം ആയിരിക്കുന്നത്. അതായത് ഈ ഓരോ ഇതും സൂചിപ്പിക്കുന്നത് എന്താണ്? ആറ്റംസ് ആണ്, ഗോൾഡിന്റെ ആറ്റംസ് ആണ്. ഓറത്തിന്റെ ഗോൾഡിന്റെ ആറ്റംസ് ആണിത്. ഇതുപോലെ മില്യൺസ് ഓഫ് ആറ്റംസ് ചേർന്നിട്ടാണ് ദ പ്യൂറസ്റ്റ് ഗോൾഡ് എന്തായിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് മാറ്റർ. ബേസിക് യൂണിറ്റ് ഓഫ് മാറ്റർ. എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ആറ്റം വെച്ചിട്ടാണ്. നമ്മൾ ബയോളജിയിൽ സെല്ല് പറയുന്നത് പോലെയാണ് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതാ, അല്ലെങ്കിൽ ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ എലമെന്റ്സ് മനസ്സിലായി, പ്യൂറസ്റ്റ് ഫോം ആണ്. എക്സാമ്പിൾ നമ്മൾ ഏതെടുത്തു? ഗോൾഡ് എടുത്തു. ഗോൾഡിൽ നമ്മൾ ഗോൾഡ് എലമെന്റ് പറഞ്ഞപ്പോൾ അതിനകത്ത് തന്നെ ഗോൾഡ് ആറ്റംസിനെ പറ്റി സംസാരിച്ചു. ഓക്കെ, സോ ഈ ഒരു എലമെന്റ് ഗോൾഡ് എന്ന് പറയുന്ന എലമെന്റ് സെയിം കൈൻഡ് ഓഫ് ആറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെയിം കൈൻഡ് ഓഫ് ആറ്റംസ്, ഇതെല്ലാം സെയിം കൈൻഡ് ഓഫ് ആറ്റംസ് അല്ലേ? ഇത് വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ എലമെന്റ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മോളിക്യൂൾ, അതായത് ചില ആറ്റംസിൽ, ഫോർ എക്സാമ്പിൾ ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എലമെന്റ് ആണ്. ഓക്സിജൻ എലമെന്റ് ആണ്. പക്ഷെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓക്സിജനെ O2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റിന് എന്താണ്? സിംഗിൾ ആയിട്ട് ഒരു O എന്ന് പറയുന്ന ഒരു ആറ്റം എന്നുള്ള രീതിയിൽ, O എന്നുള്ള ഒരു സിംഗിൾ ആറ്റം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിന് പറ്റില്ല. ഇതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്? രണ്ട് O ആറ്റംസ്, ഇതൊരു O ആറ്റം, ഇതൊരു O ആറ്റം, ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു മോളിക്യൂൾ ആയിട്ടായിരിക്കും നിൽക്കുന്നത്, O2. ഓക്കെ, സോ മോളിക്യൂൾ. ഈ എലമെന്റിലെ മോളിക്യൂളിന്റെ പ്രത്യേകത എന്താണ്? സെയിം കൈൻഡ് ഓഫ് ആറ്റംസ് ആയിരിക്കും. ഓക്കെ, സെയിം കണ്ടില്ലേ? ഇത് ഓക്സിജൻ ആണെങ്കിൽ ഇതും ഓക്സിജൻ ആണ്. ഓക്കെ, ഈ രണ്ട് ഓക്സിജൻ ആറ്റം ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഒരു മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇത് നമ്മൾ എലമെന്റിലെ മോളിക്യൂൾ എന്ന് പറയുന്നത് സെയിം കൈൻഡ് ഓഫ് ആറ്റംസ് വെച്ചായിരിക്കും മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കാം. കോമ്പൗണ്ട് എന്തായിരിക്കും? ഡിഫറെന്റ് കൈൻഡ് നമ്മൾ ആദ്യമേ പറഞ്ഞു. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് വെച്ചിട്ടായിരിക്കും എന്തുണ്ടാക്കുന്നത്? കോമ്പൗണ്ട്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വാട്ടർ എടുക്കാം. H2O എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പൊ ഈ വാട്ടറിൽ ഇതെന്താണ്? ഡിഫറെന്റ് ആറ്റംസ് ആണ്. ഹൈഡ്രജൻ ഒരു ടൈപ്പ് ഓഫ് ആറ്റം ആണ്, ഓക്സിജൻ വേറെ കൈൻഡ് ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഡിഫറെന്റ് ആണ്. ഇങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആറ്റംസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫറെന്റ് ആയിരിക്കണം എങ്കിലേ നമുക്ക് അതിനെ കോമ്പൗണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അടുത്ത എക്സാമ്പിൾ നമുക്ക് NaCl, അതായത് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് സോൾട്ട് ആണ്. ഓക്കെ, ഇതിൽ ആരൊക്കെയാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ആണ് അല്ലേ? സോഡിയം, ഇത് Cl എന്ന് പറയുന്നത്